ഹാർദിക് പാണ്ഡ്യയുടെ കൂടുമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വലിയ കോലാഹലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്തുനിന്ന് ക്യാപ്റ്റൻസി ഏറ്റെടുത്തതു മുതൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നേരിടേണ്ടി വന്ന ആരാധകരുടെ അമർഷവും സ്റ്റേഡിയങ്ങളിലെ കൂവലുകളും നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ഹാർദിക് പാണ്ഡ്യ ചേക്കേറുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രേഡ് ചർച്ചകളിലൊന്നായി ഇത് മാറിക്കഴിഞ്ഞു. മുംബൈയും ചെന്നൈയും തമ്മിൽ ഇതിനോടകം തന്നെ ചില നിർണായക ചർച്ചകൾ നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുംബൈ ഇന്ത്യൻസ് മുന്നോട്ട് വെച്ച ആവശ്യം വളരെ വലുതാണ്. മുംബൈ ടീമിലേക്ക് വരാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം ചെന്നൈയുടെ മിഡിൽ ഓർഡർ കരുത്തനായ ശിവം ദുബെയെയും ഒപ്പം മലയാളി ക്രിക്കറ്റ് പ്രേമികൾ ഉൾപ്പെടെ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന യുവ ഓപ്പണിംഗ് താരം ആയുഷ് മാത്രയെയുമാണ് മുംബൈ ആവശ്യപ്പെട്ടത്. എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഈ ആവശ്യത്തോട് പൂർണ്ണമായും അനുകൂലമായി പ്രതികരിച്ചില്ല. ഭാവിയിലെ വലിയ താരമായി വളർന്നുവരുന്ന ആയുഷ് മാത്രയെ വിട്ടുകൊടുക്കാൻ ചെന്നൈ മാനേജ്മെന്റ് തയ്യാറല്ല. അതിനുപകരം മറ്റൊരു പാക്കേജാണ് ചെന്നൈ മുന്നോട്ട് വെച്ചത്. ശിവം ദുബെയെയും ഒപ്പം മറ്റൊരു താരത്തെയും കൂടെ 10 കോടി രൂപയും നൽകാം എന്നാണ് ചെന്നൈ മുംബൈക്ക് നൽകിയ മറുപടി. ഈ ട്രേഡ് വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിശകലനങ്ങളാണ് സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് ചർച്ചകളിലും നടക്കുന്നത്. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ശിവം ദുബെയെപ്പോലൊരു പവർ ഹിറ്ററെ മധ്യനിരയിൽ കിട്ടുന്നത് വലിയൊരു ആശ്വാസമായിരിക്കും. കഴിഞ്ഞ കുറച്ച് സീസണുകളായി ശിവം ദുബെ ചെന്നൈ നിരയിൽ പുറത്തെടുത്ത പ്രകടനം മികച്ചതായിരുന്നു. സ്പിന്നർമാരെ അടിച്ചു തകർക്കാനുള്ള അദ്ദേഹത്തിന്റെ മിടുക്ക് മുംബൈയുടെ ബാറ്റിംഗ് നിരയ്ക്ക് വലിയ കരുത്ത് പകരും. എന്നാൽ ആയുഷ് മാത്രയെ നഷ്ടപ്പെടുത്താൻ ചെന്നൈ തയ്യാറാകാത്തത് അവരുടെ ദീർഘകാല കാഴ്ചപ്പാടിന്റെ ഭാഗമാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് എപ്പോഴും ഭാവിയിലേക്ക് താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ തൽപരരാണ്. ആയുഷ് മാത്രയെപ്പോലൊരു യുവതാരം കൈവിട്ടുപോയാൽ അത് ഭാവിയിൽ ടീമിന് വലിയ തിരിച്ചടിയാകുമെന്ന് അവർക്ക് നന്നായി അറിയാം. മറുവശത്ത് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ഹാർദിക് പാണ്ഡ്യ എത്തുമ്പോൾ അത് ടീമിന്റെ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കും. ധോണിക്ക് ശേഷം ചെന്നൈയുടെ നായകസ്ഥാനത്തേക്ക് ആര് വരുമെന്ന ചോദ്യത്തിനു മുന്നിൽ ഹാർദിക് പാണ്ഡ്യയുടെ പേര് വലിയ ചർച്ചയാകും. ഒരു ഓൾറൗണ്ടർ എന്ന നിലയിലും ഫിനിഷർ എന്ന നിലയിലും ഹാർദിക് പാണ്ഡ്യയ്ക്കുള്ള പരിചയസമ്പത്ത് ചെന്നൈക്ക് വലിയ മുതൽക്കൂട്ടാകും. ചെപ്പോക്ക് സ്റ്റേഡിയത്തിന്റെ പിച്ചുകളിൽ ഹാർദിക് പാണ്ഡ്യയുടെ വേരിയേഷനുകളും ബാറ്റിംഗ് ശൈലിയും എങ്ങനെ പ്രതിഫലിക്കുമെന്നത് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. മുംബൈ നിരയിൽ വലിയ മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഹാർദിക് പാണ്ഡ്യ കടന്നുപോയത്. സ്വന്തം കാണികളുടെ തന്നെ വിമർശനങ്ങളും കൂവലുകളും അദ്ദേഹത്തിന്റെ പ്രകടനത്തെയും ബാധിച്ചിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ശാന്തമായ ഡ്രസ്സിംഗ് റൂം അന്തരീക്ഷവും ആരാധകരുടെ പിന്തുണയും ഹാർദിക് പാണ്ഡ്യയ്ക്ക് തന്റെ പഴയ ഫോമിലേക്ക് ശക്തമായി തിരിച്ചുവരാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്കിലും ഈ ട്രേഡ് യാഥാർത്ഥ്യമാകുമോ എന്നത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഫ്രാഞ്ചൈസികൾ തമ്മിലുള്ള സാമ്പത്തിക സമവാക്യങ്ങളും കളിക്കാരുടെ പ്രതിഫലക്കണക്കുകളും ഇതിൽ നിർണായകമാകും. മുംബൈ ഇന്ത്യൻസ് അവരുടെ ടീം ഘടനയിൽ വലിയ അഴിച്ചുപണികൾക്കാണ് തയ്യാറെടുക്കുന്നത് എന്ന് വ്യക്തമാണ്. ഒരു സൂപ്പർ താരത്തെ കൈമാറി പകരം യുവതാരങ്ങളെയും മാച്ച് വിന്നർമാരെയും ടീമിലെത്തിക്കുക എന്നത് മോഡേൺ IPL തന്ത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ചെന്നൈയാകട്ടെ തങ്ങളുടെ കോർ ടീമിനെ നിലനിർത്തിക്കൊണ്ടുതന്നെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനാണ് ശ്രമിക്കുന്നത്. ശിവം ദുബെയെയും 10 കോടി രൂപയും മറ്റ് ചില താരങ്ങളെയും വെച്ചുകൊണ്ടുള്ള ഈ വിലപേശൽ IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൗതുകമുണർത്തുന്ന നീക്കങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. ഈ വിഷയത്തിൽ ആരാധകരുടെ ഭാഗത്തുനിന്നും ഭിന്നമായ അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. ചിലർ ഹാർദിക് പാണ്ഡ്യ മുംബൈ വിടുന്നത് നല്ലതാണെന്ന് വാദിക്കുമ്പോൾ മറ്റു ചിലർ മുംബൈ ടീം ഇത്തരമൊരു താരത്തെ വിട്ടുകൊടുക്കുന്നത് വലിയൊരു നഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു. ചെന്നൈ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഹാർദിക് പാണ്ഡ്യ മഞ്ഞക്കുപ്പായത്തിൽ കളിക്കുന്നത് കാണാൻ വലിയ ആവേശമാണ്. അടുത്ത IPL സീസണിന് ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും ഈ ട്രേഡ് റൂമിലെ ചർച്ചകൾ ഇപ്പോൾ തന്നെ ക്രിക്കറ്റ് ലോകത്ത് വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഫ്രാഞ്ചൈസികളുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ട്രേഡ് യാഥാർത്ഥ്യമായാൽ അത് IPL ലേല ചരിത്രത്തിലെയും ട്രേഡിംഗ് വിൻഡോയിലെയും ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്നായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. മുംബൈ ഇന്ത്യൻസ് വിട്ട് ഹാർദിക് പാണ്ഡ്യ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറുന്ന ഈ വലിയ ട്രേഡ് നീക്കത്തിൽ ശിവം ദുബെയെയും ആയുഷ് മാത്രയെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ചർച്ചകൾ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് നിങ്ങൾ കരുതുന്നു? മുംബൈയുടെ ഈ വലിയ ഡിമാൻഡിന് പകരമായി ചെന്നൈ മുന്നോട്ട് വെച്ച ഓഫർ ടീമിന് ഗുണം ചെയ്യുമോ? അതോ ഹാർദിക് പാണ്ഡ്യ ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ കളിക്കുന്നത് കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.